മാഗി നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. എനിക്ക് ഉറപ്പാണ് അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കും. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമായി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതിനായി ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വന്നു. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു. അതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് തന്നെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി നന്നായി ഒന്ന് വഴന്നു വന്നു. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളി, 2 ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ തക്കാളി എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 മാത്രം മതി. പിന്നെ 2 ഉണ്ടമുളകാണ്, എരിയില്ലാത്ത 2 ഉണ്ടമുളകും കൂടി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് പൊടി ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടി ഐറ്റംസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ചച്ചവ മാറുന്നതിനെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ബൗൾ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം പാകത്തിലുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കൂട്ടുകാരുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ എൻ്റെ FBയിൽ കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കുട്ടികൾക്കായിരിക്കുമല്ലേ ഇതുപോലുള്ള മാഗി പോലത്തെ ഐറ്റംസിനോട് ആ ഒരു ഇഷ്ടമുള്ളത്. അപ്പോൾ ആ കുട്ടികൾക്ക് നമ്മൾ എന്നും ഒരേ രീതിയിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ച് മടുക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വെറൈറ്റി രീതിയിൽ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുറച്ച് ഐറ്റംസ് മാത്രം മതി. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മടുക്കത്തുമില്ല. ഒരു വെറൈറ്റി രീതിയാണ്, അടിപൊളിയാണ്. കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ വെറൈറ്റി റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കായിട്ട് അറിയിക്കണേ കൂട്ടുകാരെ. വെള്ളം ഒന്ന് തിളച്ച് വന്നു. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് 3 ചെറിയ പാക്കറ്റ് മാഗിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മാഗി 3 എടുത്തത് കൊണ്ട് തന്നെ 3 മുട്ടയാണ്. 3 മുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കി. മാഗി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. ഇതുപോലെ വെറൈറ്റി റെസിപ്പീസിന്റെ വീഡിയോ കാണണമെങ്കിൽ കൂട്ടുകാർ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി മസാലയാണ്. നമുക്ക് മാഗി മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാഗി മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ആ മാഗിയുടെ ആ ഒരു വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വരുന്ന ഒരു മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, കിടുക്കാച്ചിയാണ്. ആ ഒരു മണം കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാനായിട്ടുള്ള ആ ഒരു വെപ്രാളമാണ്. മാഗി എന്ന് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും നമ്മുടെ സ്കൂളിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്ക് മാഗി പോലുള്ള സ്നാക്സ് ഒക്കെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അത് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ആ ഒരു വെപ്രാളത്തിൽ വറ്റിച്ചെടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ആക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മാഗി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ മാഗി ഒന്ന് പാത്രത്തിൽ സെർവ് ആക്കുവാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തന്ന ഒരു സ്നാക്ക് ആയിരുന്നു. ഒരു മാഗി അടിപൊളിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത്ര പെട്ടെന്ന് തന്നെ ഇത്രയും ടേസ്റ്റിയിലായിട്ട് കിട്ടിയത് തന്നെയാണ് എൻ്റെ ഒരു അത്ഭുതം. അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങിയതാ. കാര്യം എന്ന് പറയുമ്പോൾ പുറത്ത് നല്ല മഴയാണ്. രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് കേട്ടോ. അപ്പൊ സ്കൂളിൽ വന്നപ്പോഴേ നല്ല വിശപ്പായിരുന്നു. അപ്പൊ ഞാൻ വാപ്പയെടുത്ത് പറഞ്ഞു, വാപ്പ എന്തെങ്കിലും ഒരു സ്നാക്ക് തയ്യാറാക്കി തരാൻ. അപ്പോഴാണ് വാപ്പ മാഗി മേടിച്ചോണ്ട് വന്നത്. മാഗി വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കും അതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തന്നു. അപ്പൊ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കിയെന്ന് പറയത്തേ ഇല്ല.